ഇന്ന് ഞാനിവിടെ കുഴിപ്പണിയാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ റവയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് റവയും 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യും വേണം. ഒരു 20 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തത്. ചെറിയ ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 3-4 തണ്ട് കറിവേപ്പില, ഒരു പിടി മല്ലിയില. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റവയിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സോഡാപ്പൊടി എല്ലാ വശത്തും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ എടുത്തു വെച്ചിരിക്കുന്ന തൈരും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു തിക്ക് ബാറ്ററായിട്ട് കലക്കിയെടുക്കാം. 1/2 മുതൽ 1 കപ്പ് വെള്ളം വരെ നമുക്കിതിൽ ചേർക്കാൻ പറ്റും. ഓരോ റവയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ഇനി ഇത് പാത്രം മൂടിയിട്ട് 15 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചുവന്നുള്ളിയൊക്കെ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമെന്ന് നോക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്ക് നെയ്യിട്ട് കൊടുക്കാം. ഈ പണിയാരം ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. നെയ്യ് ചൂടാവുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതിൽ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ട് ഒരുപാട് നേരം നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഈ ക്യാരറ്റും മല്ലിയിലയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തതാണ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിൽ ഉപ്പിടേണ്ടത്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ശേഷമാണ് നമ്മൾ ഈ കൂട്ട് മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും ക്യാരറ്റിൻ്റെയും കൂട്ട് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പണിയാരച്ചട്ടിയാണ്. അതായത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി, ഇതുപോലെ കുഴിയുള്ള ചട്ടിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ഡ്രോപ്പ് വീതം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഈ മാവ് ഒന്നും കൂടി ഒന്ന് കലക്കിയ ശേഷം ഇതിലേക്ക് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിനെ ഒരടപ്പ് കൊണ്ട് മൂടിക്കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമ്മൾ ഈ അടപ്പൊന്ന് തുറന്നിട്ട് ഇതിന് മുകളിൽ ഓരോ ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട. വീണ്ടും ഇതൊന്ന് മൂടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചു വെച്ച ശേഷം വീണ്ടും ഇതടച്ച്
വേവിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ 2 ഡ്രോപ്പ് വീതം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഈ മാവ് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് വേണം എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ മീതെ ഓരോ ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടാവും. അടപ്പ് മാറ്റിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുഴിപ്പണിയാരം ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.